ഫ്രണ്ട്സ്, PSC സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഡിസംബർ 28 നടന്ന പ്രിലിംസ് എക്സാമിൻ്റെ ഫൈനൽ കീ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് നോക്കാം. പ്രൊവിഷണൽ കീയുടെ അതേ എൻട്രി കീ ആണ്. 98ാമത്തെ മാത്രമാണ് ഡിലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 2, 3, 4 ശരി. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. 2, 3, 4 ശരി. അടുത്തത്, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിഞ്ചി കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതും ചോദിച്ചിട്ടുണ്ട്. തെറ്റായത് 2, 3 ആണ് തെറ്റ്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയാണ് നിയോഗിച്ചത്. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിത്തച്ചനെ ബ്രിട്ടീഷുകാർ വധിച്ചു. 2, 3 ആണ് തെറ്റായിട്ടുള്ളത്. അടുത്ത മൂന്നാമത്തെ, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത്. ഇവയെല്ലാം ശരിയാണ്. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മുൻ ബുക്കർ പുരസ്കാരം നേടി. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഇവയെല്ലാം ശരിയാണ്. അടുത്തതോ, നാലാമത്തെ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്താൻ. അപ്പോൾ 1, 2, 4 ആണ് ശരി. മൂന്നാമത്തെ തെറ്റാണ്. 1885 ശരിയായത് നോക്കാവേ. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂറത്ത് സമ്മേളനം, കോൺഗ്രസിൻ്റെ പിളർപ്പ് നടന്നു. പിന്നെ 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലാഹോർ സമ്മേളനം. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായത് 1924 കേട്ടോ, ബൽഗാം സമ്മേളനത്തിൽ വെച്ചിട്ട്. അപ്പം മൂന്നാമത്തെ മാത്രം തെറ്റ്. ബാക്കി 1, 2, 4 ശരിയാണ്. അടുത്ത അഞ്ചാമത്തെ, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. 1, 4 ആണ് ശരിയായത്. 16ാം ഉച്ചകോടിയാണ് കസാക്കിസ്ഥാനിൽ നടന്നത്. പിന്നെയോ 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 3, 4 ശരി. നോക്കാം. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. പിന്നെയോ വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ആൻസർ ഏതൊക്കെയാണ്? 3, 4. അടുത്ത ഏഴാമത്തെ നോക്കാം. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. 1, 2, 3 ശരി കേട്ടോ. നോക്കാം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചു. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. 1, 2, 3 ശരി. അടുത്ത എട്ടാമത്തെ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. 4 മാത്രമാണ് തെറ്റ്. ഏത്? ഓടക്കുഴൽ അവാർഡ് D. വിനയചന്ദ്രൻ, അത് തെറ്റാണ്. ബാക്കിയോ? എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനു. തെറ്റായത് 4 മാത്രം. ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് തെറ്റാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒൻപതാമത്തെ, താഴെ കൊടുത്തിരിക്കുന്ന സംഭാവനകളുടെ ശരിയായ ക്രമം. ഇതിൽ ആദ്യം നടന്നത് മലബാർ കലാപം കേട്ടോ. പിന്നെയോ ക്ഷേത്രപ്രവേശന വിളംബരം. അതിനുശേഷം നടന്നതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം. പിന്നെ നടന്നതാണ് അതിർത്തി ഗാന്ധിയുടെ മരണം. അപ്പോൾ ആൻസർ 2, 3, 4, 1 അങ്ങനെ ക്രമത്തിലാണ്. അടുത്തതോ പത്താമത്തെ, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത്. 1, 2, 3 ശരി കേട്ടോ. നമുക്ക് നോക്കാം. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2017 ജൂൺ 17 KMRL ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. അപ്പോൾ ശരിയായത് 1, 2, 3. അടുത്തത് 11ാമത്തെ, കീബു ലാംജോവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ. 12ാമത്തെയോ, നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരമാണ് അഹമ്മദാബാദ്. 13ാമത്തെ, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലമാണ് ഖാരിഫ്. 14ാമത്തെ, അവശിഷ്ട പർവ്വതങ്ങൾ, അതിന് ഉദാഹരണമാണ് ആരവല്ലി. 15ാമത്തെ, ക്രിസ്റ്റലൈൻ കായാന്തര ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനമാണ്. ഓപ്ഷൻ ഏതാ? B ആണ്, ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയിൽ. അടുത്ത 16ാമത്തെ, ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന
കോപ്പർ നിക്ഷേപം അഥവാ ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. 17-ാമത്തെ കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആന്ത്രോസൈറ്റ്. അടുത്തത് 18-ാമത്തെ മേൽക്കൂര അഥവാ മഴവെള്ള ശേഖരണ നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. 19-ാമത്തെ മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ. 20-ാമത്തെ നോക്കിക്കോ, ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം ചോദിച്ചാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ സ്തൂപിക വസന്ത സമ്പത്ത് നശീകരണം തടയുന്നത്. അടുത്ത 21-ാമത്തെ 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് 1937. 22-ാമത്തെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ക്വിറ്റ് ഇന്ത്യ സമരം. 23-ാമത്തെ താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ് ചോദിച്ചാൽ വേദാധികാര നിരൂപണം. അപ്പോൾ വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെയാണ് അല്ലേ. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ദൈവദശകം, നവമഞ്ചരി, ദർശനമാല. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ. 25-ാമത്തെ നോക്കൂ, ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാളി സാഹിത്യകാരൻ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കാണ്. ബാക്കി എല്ലാവർക്കും ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്. അടുത്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ് ചോദിച്ചാൽ 1ഉം 3ഉമാണ് ശരി. രാധാകൃഷ്ണൻ കമ്മീഷനും പിന്നെ കോത്താരി കമ്മീഷനുമാണ് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടത്. അടുത്തത് 27-ാമത്തെ തെബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. 28-ാമത്തെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. 29-ാമത്തെ ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത്? ട്രാൻകിബാർ. അടുത്തത് താഴെ നൽകിയിരിക്കുന്ന സംഭാവനകൾ തെറ്റായത്. കുറിഞ്ചി കലാപം നമ്മൾ പഠിക്കണ്ടല്ലോ അല്ലേ, 1812 അപ്പോൾ ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ബാക്കി കുണ്ട്ര വിളംബരം 1809, ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം 1741. അടുത്തത് മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. 1ഉം 3ഉമാണ് ശരി. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. പിന്നെ 3-ാമത്തെയും ശരിയാണ്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവദിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ 1ഉം 3ഉമാണ് 31-ാമത്തെ ശരി, ഓപ്ഷൻ ബി. 32-ാമത്തെ ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ. അതിന് 1ഉം 3ഉമാണ് ശരി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. പിന്നെയോ ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. അടുത്തത് 33-ാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? 1ഉം 2ഉം 4ഉമാണ് ശരി. നോക്കാം. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ്. 4-ാമത്തെ ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അപ്പോൾ ആൻസർ 1, 2, 4. 33-ാമത്തെ 34-ാമത്തെ 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹമായത് S. സോമനാഥ്, ഭുവനേശ്വരി. അപ്പോൾ 2024 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് S. സോമനാഥിനും ഭുവനേശ്വരിക്കും. അടുത്ത 35-ാമത്തെ ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെ വകുപ്പുകൾ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് ഏതാണെന്ന്? 4-ാമത്തെ മാത്രമാണ് പെടാത്തത്. ഏതാണ്? ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. അത് തെറ്റാണ് കേട്ടോ. ബാക്കി മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട എല്ലാം ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിക്കുമുള്ള അവകാശമുണ്ട്. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജങ്കര സ്വത്തുകൾ ആർജിക്കാനുമുള്ള അവകാശമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. അവ 3ഉമാണ് ശരി. 4-ാമത്തെ തെറ്റ്. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് റഷ്യയിലാണ്. 2024 ബ്രിക്സ് റഷ്യ. കുറിഞ്ചി ലഹളയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1ഉം 3ഉം 4ഉമാണ് ശരി. 2-ാമത്തെ തെറ്റാണ് കേട്ടോ. 1812 കുറിഞ്ചി ലഹള ഉണ്ടായത്. ശരിയാണ്. പിന്നെയോ പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. 3 ശരിയാണ്. 4-ാമത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള. അപ്പോൾ 2-ാമത്തെ മാത്രം തെറ്റ്. ബാക്കി 1, 3, 4 ശരി. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് കേരളീയ സുഗുണബോധിനിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. 39-ാമത്തെ നോക്കൂ. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വസ്തുക്കളിൽ ശരിയായവ. 1ഉം 2ഉം 3ഉമാണ് ശരി. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു.
അടുത്ത 40-ാമത്തെ 2024 ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ പാലക്കാടും ചേലക്കരയും. കേരളത്തിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41, കിഴക്ക് 3, പടിഞ്ഞാറോട്ട് 41. കിഴക്കൊഴുകുന്നത് കബനി, ഭവാനി, പാമ്പാർ. പടിഞ്ഞാറോട്ട് 41. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ. കേരളത്തിലെ ആകെയുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 20. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു? 5. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം 1861. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് കീഴരിയൂർ ബോംബ് കേസ് പെടൂല. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പുന്നപ്ര വയലാർ സമരം, മലയാളി മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭമൊക്കെ പെടും. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിക്കുന്നതിൽ ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു ചോദിച്ചാൽ ടി കെ മാധവനായിരുന്നു. അടുത്ത 55-ാമത്തെ 1817 ഗൗരി പാർവതി ബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു ചോദിച്ചാൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കുക. അതെന്നായിരുന്നു 1817 ഗൗരി പാർവതി ബായി. അടുത്ത 56-ാമത്തെ നോക്കൂ. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്ന നേതൃത്വം നൽകിയത് വി ടി ഭട്ടതിരിപ്പാട്. അടുത്തത് 57-ാമത്തെ 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ജനസംഖ്യാനുപാത സംവരണം പെടൂല. ബാക്കി മഞ്ചേരി മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഭരണപരിഷ്കാരം, കുടിയായ്മ പ്രശ്നം, ഖിലാഫത്ത് പ്രശ്നം ഇവയൊക്കെയായിരുന്നു. അടുത്തത് 58-ാമത്തെ മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? അർണോസ് പാതിരി. നിഘണ്ടു ആകുമ്പം അർണോസ് പാതിരി. അടുത്ത 59-ാമത്തെ 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പിദളവ. 60-ാമത്തെ 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ചത് നമ്മൾ പഠിക്കേണ്ടല്ലോ ആലപ്പുഴയിൽ. ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ ആണ്. ആരാണ്? വാൾട്ടർ ജി റോസൻ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലാസെൻ്റ. അടുത്ത 63-ാമത്തെ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കലയാണ് സ്ക്ലീറൻ കൈമ. 64-ാമത്തെ ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ. അടുത്ത 65-ാമത്തെ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലാണ് വൃക്കാധമനി. അടുത്ത 66-ാമത്തെ നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 3, 4 ആണ് ശരി. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. അടുത്ത 67-ാമത്തെ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? മൊനീറ. അടുത്തത് 68-ാമത്തെ ഭീമകാരത്വം ഏതു ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് ചോദിച്ചാൽ സൊമാറ്റോട്രോപിൻ. അടുത്ത 69-ാമത്തെ കോശശ്വസനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ശരിയായത് 4 മാത്രം. ഗ്ലൈക്കോളിസിസ് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. അടുത്ത 70-ാമത്തെ വിട്രസ് ദ്രവം മനുഷ്യ ശരീരത്തിൽ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? കണ്ണ്. അടുത്ത 71-ാമത്തെ ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നു. അടുത്ത 72-ാമത്തെ ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനമാണ് സമ്പുഷ്ട യുറേനിയം. അടുത്ത 73-ാമത്തെ വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം 4 മടങ്ങാകും. അടുത്ത കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ വേഗമാണ്. ബാക്കി പ്രവേഗം, ത്വരണം, സ്ഥാനാന്തരമൊക്കെ പെടുന്നതാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ന്യൂട്രോണിനെ കണ്ടുപിടിച്ചതും തെറ്റാണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ അല്ല, ജെയിംസ് ചാഡ്വിക് ആണ്. അടുത്തത് 77-ാമത്തെ റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ. 78-ാമത്തെ റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ഹെൻറി ബെക്കറൽ. അടുത്തത് 79-ാമത്തെ ലീച്ചിങ് എന്ന സാന്ദ്രത രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ് ചോദിച്ചാൽ അലുമിനിയം. 80-ാമത്തെ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. അടുത്ത 81-ാമത്തെ മാത്സ് ആൻസർ എ പറഞ്ഞു പോവേ. 82-ാമത്തെ ഓപ്ഷൻ ബി, 83 ഡി, 84 എ, 85 എ, 86 സി, 87 ബി, 88 ബി, 89 ഡി, 90 ഡി, 91 ബി, 92 സി,
93A, 94B, 95B, 96A, 97D, 98 ആൻസർ ഇല്ല. 98 ആൻസർ ഇല്ല. പിന്നെ 99 ഡി, 100 സി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.